ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഋതുട്ടൻ്റെ വാക്സിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹെൽത്തിൽ വന്നിട്ട് ഇപ്പം ആ മരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഋതുട്ടനെ കാണിക്കാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പ്രൈവറ്റിലാണ് കാണിക്കുന്നത്. ഉള്ളിലൊരു പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഓരോ പറഞ്ഞ് എമർജൻസിയിൽ കയറിയിട്ട് അവിടെയാണ് ഇഞ്ചക്ഷൻ വെക്കുക. അപ്പോൾ മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മരുന്നിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MMR ആണ് കേട്ടോ. ഇപ്പോൾ ഹെൽത്തിലുള്ളത് MR മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രൈവറ്റിൽ എടുക്കാനുള്ളവർ മാത്രം എടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാൻ പോയതാണ്. അപ്പോൾ എമർജൻസിയിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആലേ തിരക്കേ ഇല്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എമർജൻസിയിൽ എന്തൊരു തിരക്കാവുക. അപ്പോൾ ഇപ്രാവശ്യം തിരക്കേ ഇല്ല, ആരുമില്ല. എൻ്റെ ഋതുട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർ വന്നിട്ട് അവന് കളിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടും ഇങ്ങനെ വെച്ച് അങ്ങോട്ടൊക്കെ തട്ടി കളിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ തലയൊക്കെ ആട്ടി ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഏട്ടൻ മരുന്ന് വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഒരു മരുന്ന് എഴുതി തന്ന മരുന്ന് വാങ്ങാൻ പോയതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ എത്തി. അപ്പോൾ ഏട്ടൻ എത്തിയ ശേഷം കുറേ സിസ്റ്റർമാരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർ എടുക്കുന്ന ആ മരുന്ന് എടുക്കുന്നവർ അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഓരോ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പോയിണ്ടായിരുന്നു. അപ്പം കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള്. അപ്പോൾ വീണ്ടും ഋതുട്ടൻ വീണ്ടും അങ്ങനെ കളിക്കായിരുന്നു. കുറേ സിസ്റ്റർമാർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വന്ന് നോക്കിയിട്ടൊക്കെ പോയിണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് ഞങ്ങൾ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ വന്ന് അപ്പൊ മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു ഓരോ അപ്പുറത്തെ റൂമില്. അപ്പൊ എടുത്ത് വന്ന ശേഷം ഓന് കുത്തിവെക്കാൻ നിന്നു കേട്ടോ. ഓൻ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ഓൻ എന്തോ ചെയ്യാണ്, കളിക്കായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ കുത്തിവെക്കാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കുത്തുമ്പോ ഓൻ എന്താന്ന് അറിയാത്തോണ്ട് ഇങ്ങനെ നോക്കുക. പിന്നെ ഉള്ളിൽ കുത്തിയ ശേഷം മരുന്ന് ഉള്ളിൽ കയറിയ ശേഷമാണ് ഓന് ആ വേദന അറിഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഓന് സമാധാനിപ്പിച്ചിട്ട് ഓന് കുഴപ്പമൊന്നുമില്ല, ഓൻ കറിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളെന്ന് ആകെ നെറ്റിപ്പോയി, എന്റെ ഋതുട്ടനാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓന് 2 കളിപ്പാട്ടുള്ളത് 3 ഓൻ കറിഞ്ഞപ്പോ ലേശം കറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ആ പ്ലേറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ കുട്ടി നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ടോ എന്ത് അതിൽ ചോറുണ്ടാക്കുക. അത് പ്ലേറ്റ് ആണല്ലോ, അപ്പൊ ഒരു പ്ലേറ്റിന്റെ രൂപത്തിലുള്ളതുകൊണ്ട് ഓ അങ്ങനെ കളിക്കായിരുന്നു. അപ്പൊ പിന്നെ ആ പ്ലേറ്റിൽ നിന്ന് എനിക്ക് ചോറൊക്കെ തീറ്റി തരികയായിരുന്നു. പിന്നെ ഏട്ടൻ മറ്റേ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പൈസ ഓരോ താഴത്ത് അടയ്ക്കണം, ബില്ലടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടി ഏട്ടൻ ചെന്നതാണ്. അപ്പൊ അതുവരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കളിക്കായിരുന്നു. വെറുതെ പോസ്റ്റ് അടിച്ച് കുത്തിരിക്കുകയായിരുന്നു കേട്ടോ. 1 മണിക്കൂറത്തോളം അവിടെ അങ്ങനെ നിൽക്കായിരുന്നു. ഓൻ പറയാ അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ തീറ്റി തന്നേനെ. അപ്പൊ ഇങ്ങനെ തീറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തീറ്റി തന്നു. അപ്പൊ ഞാൻ ചോറൊക്കെ വിളമ്പി തരുന്നമാരെയൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കളിക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് ഏട്ടൻ എത്തി. അപ്പൊ ഞങ്ങൾ ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ച് നല്ല മഴയാ. ഞങ്ങൾ വരുമ്പോ തന്നെ നല്ല മഴയായിരുന്നു. അപ്പൊ പോകുമ്പോൾ നല്ല മഴയാണ്. ഞങ്ങൾ ഇറങ്ങിയ ശേഷം അവിടെ ഒന്ന് നോക്കി നിൽക്കുക എന്താ ചെയ്യാന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ നോക്കി അപ്പൊ ഋതുട്ടന് അവിടെ കളിപ്പാട്ടം കണ്ട് അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ ഓന് ഒരു ബൈക്ക് എടുത്തു. അപ്പൊ അങ്ങനെ ബൈക്ക് എടുത്തു കൊടുത്ത ശേഷം ഞങ്ങൾ ഏട്ടൻ പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കവറൊക്കെ എടുത്ത് അതൊക്കെ കെട്ടി. ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ബുക്കൊക്കെ കൂടിയിട്ട് അത് കവറിൽ കെട്ടി ഞങ്ങള് പോവാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോളി, ഞാൻ എന്നാ പോയി വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ആ തലയിൽ ആ കവറിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയത്. കാണണ്ട നല്ല മഴയാണ്. അപ്പൊ ഏട്ടൻ പോയി ആ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ അതുവരെ ഇവിടെ കാത്തിരുന്നു കേട്ടോ. ഇവിടെ മഴ കൊള്ളണ്ട വെച്ചിട്ട് സൈഡായി നിൽക്കുമായിരുന്നു ഞങ്ങള്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഏട്ടൻ വന്നിട്ട് കോട്ടൊക്കെ ഇട്ട് ഞങ്ങളൊക്കെ കോട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.